താരസംഘടനയായ അമ്മയുടെ തെരഞ്ഞെടുപ്പ് നാളെയാണ്. അതിൻ്റെ ഭാരവാഹികൾ ആരെന്നൊക്കെ നാളെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണി കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ ഇതിനകത്തുള്ള അടിയൊഴുക്കുകൾ വളരെ രസകരമാണ്. നമുക്ക് തോന്നും ഈ താരസംഘടന, ഇത്രയും താരപ്പൊലിമയിലുള്ള സെലിബ്രിറ്റികൾ തമ്മിൽ ഇത്രമാത്രം പകയുണ്ടോ, ഇത്രമാത്രം ലജ്ജാവഹമായ രീതിയിൽ മത്സരമുണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നാം. വളരെ കൃത്യമായ നിലപാടുകളിലൂടെ, വളരെ കൃത്യമായ പ്രഖ്യാപനങ്ങളിലൂടെ, വാഗ്ദാനങ്ങളിലൂടെ വോട്ട് പിടിക്കാൻ പല ആളുകളും കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. നമുക്കറിയാം, നടി ശ്വേതാ മേനോനെതിരെ ഒരാൾ പരാതിയും കൊണ്ടുവന്ന കാര്യം നമുക്കറിയാം. ശ്വേതാ മേനോൻ അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ചു, അശ്ലീല ചിത്രങ്ങളുടെ ക്ലിപ്പുകൾ വിറ്റ് കോടിക്കണക്കിന് സമ്പാദിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള ഒരു പരാതി. അതായത് അമ്മയുടെ ബൈലോ അനുസരിച്ച് ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാൾ, ക്രിമിനൽ കേസിൽ പ്രതിയായിട്ടുള്ള ഒരാൾ മത്സരിക്കാൻ പാടില്ല. അങ്ങനെയാണ് നടൻ ബാബുരാജ് പിന്മാറിയത്. അങ്ങനെയാണ് നടി ആൻസിബ അവിടെ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടതും. ബാബുരാജ് ഏതായാലും ക്രിമിനൽ കേസിലൊക്കെ പ്രതി ചേർക്കപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ട് ബാബുരാജ് ഒഴിഞ്ഞപ്പോഴാണ് ശ്വേതാ മേനോനെ കടന്നാക്രമിക്കുവാനുള്ള ഒരു തുരങ്കം നിർമ്മിക്കണം. അങ്ങനെയാണ് ശ്വേതാ മേനോനെ അശ്ലീല ചിത്രങ്ങളിലെ നടി അതുപയോഗിച്ച് അസന്മാർഗിക പ്രവർത്തനങ്ങൾ കാണിച്ചു എന്ന് പറഞ്ഞ് ഒരു ക്രിമിനൽ കേസിൽ പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ ഹൈക്കോടതി ആ പരാതി എടുത്ത് ചവറ്റുകൊട്ടയിൽ കളഞ്ഞു. മാത്രമല്ല ആ കേസെടുത്ത പോലീസിനെയും കേസെടുക്കാൻ അനുവദിച്ച സെഷൻസ് കോടതിയും ഒക്കെ ഹൈക്കോടതി വിമർശിക്കുകയും ചെയ്തു. അങ്ങനെ ശ്വേതാ മേനോൻ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ട്. ശ്വേതാ മേനോന് നടൻ മോഹൻലാലും മമ്മൂട്ടിയും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നടൻ മോഹൻലാലും മമ്മൂട്ടിയും വളരെയധികം പ്രകീർത്തിക്കപ്പെടുന്ന, വളരെയധികം ബഹുമാനിക്കപ്പെടുന്ന അംഗങ്ങളാണ് അമ്മയിലെ. അതുപോലെ അമ്മയിൽ പെൺമക്കൾ അധികാരത്തിൽ വരണം, അവർ തലപ്പത്ത് വരണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചതോടുകൂടി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച ഇരട്ടത്താപ്പുകാരനായ ജഗദീഷ് നോമിനേഷൻ പിൻവലിക്കുകയും ചെയ്തു. ജഗദീഷിനെ കുറിച്ചുള്ള കഥ നമുക്കറിയാം. ഈ പല ഘട്ടങ്ങളിലും ജഗദീഷ് അമ്മ എന്ന സംഘടനയെ പുറകിൽ നിന്ന് കുത്തുന്ന തരത്തിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. നടൻ സിദ്ദിഖിനെതിരെ കേസ് വന്നപ്പോൾ ഇപ്പോൾ ആരോ ഒന്നും മിണ്ടണ്ട എന്ന് പരസ്യമായി പറയുകയും 2 ദിവസം കഴിഞ്ഞിട്ട് യുമർക്കന്റെ വായില്ലേ മിണ്ടാട്ടം മുട്ടിപ്പോയോ എന്ന് അതിലെ അമ്മയിലെ ഭാരവാഹികളെ ഒന്നടങ്കം അടച്ചാക്ഷേപിക്കുകയും ചെയ്ത ജഗദീഷിൻ്റെ മൂരാച്ചി തരത്തെ മാല പാർവതി എന്ന് പറയുന്ന നടി വന്ന് അറഞ്ചം പുറഞ്ചം വിമർശിച്ചതോടുകൂടി ജഗദീഷ് പത്തി മടക്കി വാല് മടക്കി പൊത്തിലൊളിപ്പിച്ച് എന്നിട്ട് എന്ത് ചെയ്തു, അദ്ദേഹം പുറത്ത് ഇത് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുകയും ചെയ്തു, നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുകയും ചെയ്തു. അത് ജഗദീഷിൻ്റെ കഥ. ഇനിയുള്ളത് ശ്വേതാ മേനോനും നടൻ ദേവനുമാണ്. ശ്വേതാ മേനോൻ മത്സരരംഗത്ത് ഉറപ്പിച്ചു കഴിഞ്ഞു. ശ്വേതാ മേനോൻ ഈ 500 അംഗങ്ങളെയും ഫോണിൽ വിളിച്ച് വോട്ടൊക്കെ അഭ്യർത്ഥിച്ചു കഴിഞ്ഞു, വോട്ട് ഉറപ്പിച്ചു കഴിഞ്ഞു, വിജയിക്കുമെന്ന പ്രതീക്ഷയിലുമാണ്. അപ്പോഴാണ് നമ്മൾ ഇലക്ഷനൊക്കെ കാണുന്നത് പോലെ, സാധാരണ പൊതു തെരഞ്ഞെടുപ്പുകളിൽ കാണുന്നത് പോലെ ദേവന്റെ രംഗപ്രവേശം. ദേവനും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ട്. മോഹൻലാലുമായും മമ്മൂട്ടിയുമായും നല്ല ചങ്ങാത്തമുള്ള വ്യക്തിത്വത്തിന്റെ ഉടമ തന്നെയാണ്, ഒരു ക്ലീൻ ഇമേജുള്ള സീനിയർ നടൻ തന്നെയാണ് ദേവൻ. അദ്ദേഹം പറയുന്നത്, ഇപ്പോൾ മുൻകാല നടന്മാർക്ക് അമ്മ കൊടുക്കുന്ന കൈനീട്ടമുണ്ട്. പ്രതിമാസം ഒരു നിശ്ചിത തുക അവർക്ക് അമ്മയിലെ അമ്മ അവർക്ക് നൽകുന്നുണ്ട്. അത് ഇരട്ടിയാക്കുമെന്നാണ് ദേവന്റെ വാഗ്ദാനം. ദേവനത് ഇരട്ടിയാക്കി കൊടുക്കും, ആ പൈസ ഇരട്ടിയാക്കി കൊടുക്കും എന്ന ഒരു വാഗ്ദാനമുണ്ട് ആ അംഗങ്ങൾക്ക്. അങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ, അങ്ങനെ മധുരസുരഭിലമായ വാഗ്ദാനങ്ങളൊക്കെ നൽകി ദേവനും രംഗത്തുണ്ട്. ദേവനും ശ്വേതാ മേനോനും നല്ല മത്സരമാണ് നടക്കുന്നത്. ഇതിനിടയിൽ ആരും അറിയാതെ ഒരു ചരടുവലി നടക്കുന്നുണ്ട്. അതാണ് ദിലീപിൻ്റെ ചരടുവലി. ദിലീപ് കേസിൽപ്പെട്ടപ്പോൾ, നടിയെ ആക്രമിച്ച കേസിൽ, നടിയെ പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്ന, തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു, വാഹനത്തിൽ കടത്തിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്ന കേസിൽ ദിലീപ് പ്രതി ചേർക്കപ്പെട്ട് ജയിലിലൊക്കെ കിടന്നപ്പോൾ ദിലീപിനെ അനുകൂലിച്ചവരും പ്രതികൂലിച്ചവരും എന്ന 2 വിഭാഗങ്ങൾ അമ്മ സംഘടനയിലുണ്ട്. ദിലീപിനെ സപ്പോർട്ട് ചെയ്തവർ, ദിലീപിനെ ഇപ്പോഴും പിന്നിൽ നിന്ന് കുത്തുന്നവർ ഈ താരസംഘടനയ്ക്കുള്ളിലുണ്ട്. അതുകൊണ്ട് അവരുടെ നിലപാട് വ്യക്തമാണ്. അവർ പ്രത്യക്ഷത്തിൽ ഒന്നും പറയുന്നില്ലെങ്കിലും പരോക്ഷമായി ഈ നടന്മാരെ, ഇപ്പോൾ മത്സരിക്കുന്ന പല ആളുകളെയും അളന്ന് തൂക്കി വച്ചിട്ടുണ്ട്. ആരാണ് ദിലീപിനെ സപ്പോർട്ട് ചെയ്തത്? ഇങ്ങനൊരു അപകടത്തിൽപ്പെട്ടപ്പോൾ ദിലീപിനെ പുറങ്കാലുകൊണ്ട് ചവിട്ടിയത് ആരൊക്കെയാണ്? അവരെ ഒഴിവാക്കി നിർത്തേണ്ടത് അത്യാവശ്യമാണ് അമ്മയിൽ. എങ്കിൽ മാത്രമേ ദിലീപിൻ്റെ പ്രഭാവം തിരികെ അമ്മ സംഘടനയിൽ എത്തണമെങ്കിൽ ദിലീപിനെ കൂടി ഉൾക്കൊള്ളാൻ മനസ്സുള്ള നേതൃത്വം അമ്മയിൽ വരണം. നേരത്തെയുള്ള നേതൃത്വത്തിന് ദിലീപിന് ഇഷ്ടമില്ലാതിരുന്നു എന്നൊരു വഴക്കമൊന്നും അവിടെ ഇല്ല. നമുക്കറിയാം, സിദ്ദിഖൊക്കെ ദിലീപിനെ ജയിലിൽ പോയി കണ്ട വ്യക്തികളാണ്. ദിലീപിനോട് അങ്ങനെ ഒരു പ്രത്യക്ഷത്തിൽ ശത്രുതയൊന്നും കഴിഞ്ഞ ഭരണസമിതിയും വച്ചിരുന്നില്ല. എന്നാൽ ഇത്തവണ
അമ്മയുടെ പെൺമക്കൾ എന്ന് പറയുമ്പോൾ അവിടെയാണ് ആ കൊട്ടേഷൻ നോട്ട് നമ്മൾ കൊടുക്കേണ്ടത്. അമ്മയുടെ പെൺമക്കൾ ഭരണസാരഥ്യത്തിലേക്ക് വരണമെന്ന് ഭൂരിഭാഗം ആളുകളും ആവശ്യപ്പെടുമ്പോൾ ഈ പെൺമക്കളുടെ കൂട്ടത്തിലുള്ള ചില പെൺമക്കളുണ്ടല്ലോ, WCC എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ചില ആളുകളുണ്ടല്ലോ, അവരുടെ പിന്തുണ ആർക്കാണ് എന്നതാണ് വ്യക്തം. അവരുടെ പിന്തുണ ആർക്കാണ്? അവർ പിന്തുണയ്ക്കുന്ന ആളുകളെ, ദിലീപിനെ സംരക്ഷിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ദിലീപിനെ സ്നേഹിക്കുന്ന ആളുകൾ വെട്ടിനിരപ്പാക്കും എന്നതിൽ തർക്കമില്ല. ശ്വേതാ മേനോന് ഈ WCCയുമായി വലിയ കാതലായ ബന്ധമൊന്നുമില്ല. WCCയോട് അങ്ങനെ പ്രത്യക്ഷത്തിൽ അടുപ്പമൊന്നും പുലർത്തുന്ന വ്യക്തിയല്ല ശ്വേതാ മേനോൻ. അതുകൊണ്ട് തന്നെ ശ്വേതാ മേനോന് സ്ത്രീകളിൽ കുറച്ച് ആളുകൾ ശ്വേതാ മേനോന് എതിരാണ് താനും. ഏതായാലും ദിലീപിൻ്റെ കേസും ദിലീപിനെ പിന്തുണയ്ക്കുകയും ചെയ്ത നടീനടന്മാരുടെ അല്ലെങ്കിൽ പിന്നിൽ നിന്ന് കുത്തിയ നടീനടന്മാരുടെ ഇടപെടലുകൾ അമ്മയുടെ ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമാണ്. ജയിക്കുന്നത് ആരായാലും അവർക്ക് ദിലീപിനോട് ലോയൽറ്റിയുള്ള, ദിലീപിനോട് ഇഷ്ടമുള്ള കുറച്ച് നടീനടന്മാരുടെ വോട്ടുകൾ കൂടി ലഭിച്ചിട്ടുണ്ടാകും. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. ഞാൻ പറഞ്ഞു വെച്ചു, ജഗദീഷ് പിന്മാറി, ബാബുരാജ് പിന്മാറി, ആൻസിബ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇനിയുള്ളത് ശ്വേതാ മേനോനും ദേവനും തമ്മിലുള്ള പൊരിഞ്ഞ പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ ആര് വിജയിച്ചാലും ആ വിജയിക്ക് ദിലീപിൻ്റെ കേസിൽ, ദിലീപ് ഉൾപ്പെട്ട കേസിൽ ദിലീപിനെ പിന്നിൽ നിന്ന് കുത്തിയ ആളുകൾക്കുള്ള ഒരു മറുപടി എന്നോണമായിരിക്കും ഈ ജയിക്കുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന വോട്ടുകൾ എന്ന കാര്യത്തിൽ തർക്കമില്ല. ദിലീപാണ് ഒരു സൈലന്റ് ഘടകം അമ്മ തെരഞ്ഞെടുപ്പിൽ.